ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. നമുക്ക് ചായയ്ക്ക് കൂടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഇത് എണ്ണയിലിട്ട് പൊരിക്കുന്ന ഒന്നല്ല, നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കുന്ന ഒരു പലഹാരമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ 250 ml കപ്പിന് ഒരു അരക്കപ്പ് റവയാണ്, വറക്കാത്ത റവയാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്ത റവ എടുക്കുക. ആ കപ്പിന് തന്നെ നിങ്ങൾ ഏത് കപ്പിനാണ് എടുക്കുന്നത് അതേ കപ്പിന് തന്നെ അളവെല്ലാം എടുക്കുക. പിന്നെ അരക്കപ്പ് നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് നമ്മൾ ഏത് കപ്പിനാണ് അളവെടുത്തത് അതേ കപ്പിന് തന്നെ ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് പച്ചവെള്ളമാണ്, സാധാരണ നമ്മൾ വെള്ളമാണ്. ഒരു കപ്പ്, 1.5 കപ്പ് വെള്ളത്തോളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് ഒഴിച്ചു. അത് കഴിഞ്ഞ് നമുക്കൊരു അരക്കപ്പും കൂടി ഒഴിക്കാം. 2 കപ്പ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ 1.5 കപ്പേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇടണം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം മതി കേട്ടോ. അപ്പോൾ കൂടുതൽ മധുരം വേണ്ടാത്തവർക്ക് അത്ര മതി. ഇനി മധുരം തീരെ ഇല്ലാത്തവർക്ക് നമുക്കത് ഒഴിവാക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ മാവിൽ കുറച്ച് മധുരം വേണ്ടിയിട്ട് വേണം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് ആദ്യം ഇളക്കിയിട്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കണം. ആദ്യം നമ്മൾ ഗ്യാസ് കത്തിക്കേണ്ട കേട്ടോ. ഗ്യാസ് കത്തിക്കുന്നതിന് മുന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കട്ടയില്ലാതെ ഇതുപോലെ നോക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്താൽ നമ്മൾ തീരെ കൈവിടാതെ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. സിമ്മിലാക്കി നന്നായിട്ടൊന്ന് നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കൂലേ, അതുപോലെ നമ്മളൊന്ന് വാട്ടിയെടുക്കുക എന്നൊക്കെ പറയും. അതുപോലെ തന്നെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കുക. ആ ചൂട് തട്ടുമ്പോൾ ഇത് പെട്ടെന്ന് ഈ പൊടി നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി ഇതുപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളം നന്നായിട്ടൊന്ന് വറ്റണം. ഇത്രയല്ല, ഒന്നും കൂടി വെള്ളം വറ്റിയെടുക്കട്ടെ കേട്ടോ. വറ്റിച്ചെടുത്ത് നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് ഇത് ഡ്രൈ ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതുപോലെ ഏകദേശം നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് പാൽ വെച്ചിട്ടായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ കുറച്ച് മധുരം ഉണ്ടാവും ഇതിന്. അപ്പോൾ നമ്മളതൊന്ന് മാറ്റി വെച്ചിട്ട് തണുക്കാൻ വെക്കുകയാണ് കേട്ടോ. ഒരു വേറെ പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിലേക്ക് തന്നെ വെച്ചാൽ കുറച്ചും കൂടി ഡ്രൈ ആയിപ്പോവും. അതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഒന്ന് തണുക്കാൻ വെക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാനിവിടെ കുറച്ച് ശർക്കരയാണ് എടുക്കുന്നത്. ശർക്കര ഇവിടെ ഉരുക്കി വെച്ചതായതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. നിങ്ങൾക്ക് ഉരുക്കി വെച്ചതല്ലെങ്കിൽ നിങ്ങൾ സാധാ ശർക്കര ഇട്ടിട്ട് ഒന്ന് ഉരുക്കിയിട്ട് അതൊന്ന് അരിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ പറയാറുള്ള പോലെ സമയം കിട്ടുമ്പോൾ ഇത് ഉരുക്കി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പലഹാരമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഉരുക്കി വെച്ചതുകൊണ്ട് ആവശ്യത്തിന് മധുരം എടുത്തിട്ട് ഞാനൊന്ന് പാനിലേക്കിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മതി വെള്ളം. അതൊന്ന് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഒന്ന് കട്ടയായിട്ടുണ്ട്. പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരുപാട് കട്ടയാവുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഞാൻ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 കപ്പ് നാളികേരമാണ് കേട്ടോ വേണ്ടത്. ചിരവിയ നാളികേരമാണ് വേണ്ടത്. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം. പിന്നെ അതേ കപ്പിന് തന്നെ ഒരു അരക്കപ്പ് ഓളം നമ്മൾ സാധാരണ വെള്ള അവിലാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങൾക്ക് വെള്ള അവിൽ കയ്യിലില്ലെങ്കിൽ സാധാരണ അവിലുണ്ടല്ലോ, ആ അവിലിട്ടാലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അതിന് മുന്നേ കുറച്ച് ഏലക്ക ഇടണം കേട്ടോ. ഏലക്ക ഒന്ന് പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് ബദം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്ത് നട്ട്സ് വേണമെങ്കിൽ ഇടാം. ഇനി നട്ട്സ് ഇല്ലെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ഫില്ലിങ് കഴിക്കുമ്പോൾ നല്ലൊരു ഇടയ്ക്കൊരു കടിക്കുന്നതൊക്കെ നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബദം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ശർക്കരേൻ്റെ ആ വെള്ളമൊക്കെ ഇതിൽ വറ്റി നല്ല ഡ്രൈ ആവണം. അപ്പോൾ ഉപ്പും കൂടി ഒന്ന് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നന്നായിട്ടൊന്ന് ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുകയാണ്. ഞാൻ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് പാൽപ്പൊടിയാണ്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടിയൊക്കെ നല്ല ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ കയ്യിൽ പാൽപ്പൊടി ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാൽ പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. പിന്നെ അതുമല്ല ഇതൊരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് കിട്ടുന്നവരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക.
അപ്പോൾ ഇതൊന്ന് കട്ടിയായിട്ട് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സൈഡിലേക്ക് നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോഴേക്കും നമ്മൾ ആ മാവൊന്ന് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ റവ കൂട്ടിയത് കാരണം നമുക്ക് നല്ലോണം അതിങ്ങനെ ഒരു ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കയ്യിൽ നെയ്യോ അല്ലെങ്കിൽ നമ്മൾ ഓയിലോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഈ മാവ് നല്ല സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യാണ് അവിടെ എടുത്തത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കയ്യിൽ പറ്റുന്നത് കാരണം നമ്മൾ കുറച്ച് നെയ്യ് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള മാവാവണം. അപ്പോൾ അത് കണ്ട സോഫ്റ്റായി മാവായിട്ടുണ്ട്. ഇനി നമുക്ക് അത് റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ആവിയിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. അതിനായിട്ടൊരു പ്ലേറ്റിൻ്റെ നടുക്കിൽ ഒരു ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ഇലയൊന്നും കിട്ടാനില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇല കിട്ടുന്നുണ്ടെങ്കിൽ ഇല വെച്ച് കൊടുക്കണം കേട്ടോ. അതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ആ വാഴയിലേൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതിന്ന് കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല അധികം മാവ് തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം നമ്മൾ ഈ ഇല ഞാനൊന്ന് വാട്ടിയെടുത്തിട്ട് കഴുകി വാട്ടിയിട്ട് നല്ല കറക്റ്റായിട്ട് പ്ലേറ്റിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിത് കൈ വെച്ച് പരത്തിയാലും മതി, മാവ് കയ്യിൽ വെച്ചിട്ട് പരത്തിയാലും മതി. പക്ഷെ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പ്രസ്സർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഇല ഉണ്ടല്ലോ, ഇല പ്രസ്സറിലേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ മാവ് അതിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാവ് ഇങ്ങനെ പരത്തി കിട്ടും. മറ്റ് പ്ലേറ്റിൽ വെച്ചിട്ട് നമ്മൾ കൈകൊണ്ട് സാധാരണ പത്തിരിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയാലും മതി കേട്ടോ. അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആയാലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ മാവ് ഒന്ന് അതിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തുന്നേ ഉള്ളൂ. കണ്ടോ, വലിയ മാവായതുകൊണ്ട് ഒരു ഭാഗം കുറച്ച് കനം ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക പരത്തിയാലും. അപ്പോൾ അതൊക്കെ നമ്മൾ പ്ലേറ്റിൽ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് വട്ടം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇലയടക്കം ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ, പ്ലേറ്റിലേക്ക്. കണ്ടോ, ഒരു ഭാഗം കുറച്ച് കട്ടിയുണ്ട്, അതൊക്കെ നമുക്ക് റെഡിയാക്കാം. ഇനി നമ്മളത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇല വെച്ച് കൊടുത്ത് അതുപോലെ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഈ പ്ലേറ്റിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അതിൻ്റെ മുന്നേ പ്ലേറ്റിൻ്റെ സൈഡിൽ ഒന്ന് ഇത്തിരി നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. നമുക്കൊന്ന് വിട്ട് പോരാനാണ്, പെട്ടെന്ന് വിട്ട് കിട്ടും, ഇലയാണ് ഉള്ളതുകൊണ്ട്. എന്നാലും ഒന്ന് സൈഡൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ, ആ ഫില്ലിങ് നല്ല കട്ടയായിട്ടുണ്ടാവും ഫില്ലിങ് കേട്ടോ. ആ ശർക്കര ആയതുകൊണ്ട് ഒന്നും കൂടി കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഈ ഫില്ലിങ് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ പാൽപ്പൊടിയും പിന്നെ നട്ട്സൊക്കെ ഇട്ടുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് നമ്മളതുപോലെ തന്നെ ഒരു ബോളും കൂടി എടുക്കുന്നുണ്ട്. ആ ബോളും ഇതുപോലെ തന്നെ നമ്മളൊന്ന് പ്രസ്സറിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് നമ്മൾ ഫില്ലിങ് ഇത് ആദ്യം നമ്മൾ ഈ പരത്തിയ ഈ മാവാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് അങ്ങനെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരികിലൊന്നും മാവ് ആയിട്ടില്ലെങ്കിൽ കുറേശ്ശെ ഈ മാവിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് കറക്റ്റാക്കി കൊടുക്കാം കേട്ടോ. പൊട്ടിയിട്ട് പോകരുത്, അതേപോലെ ഉള്ളിലെ ഫില്ലിങ് അങ്ങോട്ട് പുറത്തേക്ക് കാണുകയും ചെയ്യരുത്. അതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരികൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ഫില്ലിങ്ങിന് നമ്മൾ ശർക്കരയൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് പോരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കൈ വെച്ച് ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊക്കെ ഒന്ന് റെഡിയാക്കുക. കൈയിൻ്റെ അടയാളമൊന്നും ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് സ്പാച്ചിൽ വെച്ചൊന്ന് റെഡിയാക്കി കഴിഞ്ഞ് അഥവാ നിങ്ങൾക്കൊന്ന് പരത്താൻ പറ്റില്ല, കുറച്ച് വെള്ളം തൊട്ടിട്ടൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയാലും മതിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പരത്തി കിട്ടും. എന്നിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ഈ സൈഡ് ഭാഗമൊക്കെ അരികില്ലല്ലോ, അരികിൽ ഒക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റേ മാവായിട്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് പ്രസ്സായി കിട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ വാഴയിലയും കൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ആവിക്ക് വെക്കാം കേട്ടോ. ഒരു 15-20 മിനിറ്റോളം അതൊന്ന് ആവിക്ക് വെച്ചാൽ മതി. തട്ടൊന്ന് തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ ആവിക്കിട്ടിട്ട് ഒരു 15-20 മിനിറ്റോളം നമ്മൾ ആവിക്ക് വെക്കുകയാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഇലയൊക്കെ ഒന്ന് ചുരുണ്ട് പോയി.
കണ്ടോ ഇലയുടെ വലിപ്പമൊക്കെ ഒന്ന് കുറഞ്ഞു പോയി. ആ ഇല ഒന്ന് ആവിക്ക് വെച്ചപ്പോൾ ഒന്ന് ചുരുണ്ട് പോയി. അപ്പോൾ ആ ഇലയൊന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ ഇലേൻ്റെ അതേ ഷേപ്പൊക്കെ ഉണ്ട് മുകളിൽ. അങ്ങനെ നമുക്കൊന്ന് അങ്ങനെ ഒന്ന് ഈ പ്ലേറ്റിലേക്ക് ഒന്നാക്കി കൊടുക്കാം. ഒന്ന് തിരിച്ചിട്ടിട്ട് ഞാനൊന്ന് പ്ലേറ്റിലേക്ക് വയ്ക്കാൻ പോവാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴേക്ക് നമുക്ക് ഇളകി വരുന്നുണ്ട് കണ്ടോ. അത്രയും ആ ഇലയൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് ഇളകി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് ഇളകി പോന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ചായക്ക് കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ട അടിപൊളി നല്ല സോഫ്റ്റാണ് കേട്ടോ. ഈ റവ ഒക്കെ കൂട്ടിയതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട് മാവ്. നമ്മൾ പിന്നെ വിരകിയിട്ടാണല്ലോ എടുത്തത്, അപ്പോൾ ആ മാവ് നല്ല ടേസ്റ്റ് ആയിരിക്കും. വിരകിയ മാവ് ഒരു നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതൊന്ന് കട്ട് ചെയ്താൽ കട്ട് ചെയ്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായി. കത്തി ഇങ്ങനെ വെക്കുമ്പോഴേക്ക് നമുക്കത് കട്ട് ചെയ്ത് പോരുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ അടിപൊളിയായിട്ടുണ്ട്. ഫില്ലിംഗ് ഒക്കെ ഉള്ളിൽ നല്ല ടേസ്റ്റ്. ആഹാ നല്ല ഭംഗിയാണ് കാണാനും നല്ല ഭംഗിയാട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ പ്ലേറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കുന്ന അറിയേയില്ല. നല്ലോണം കുട്ടികൾ കഴിച്ചോളും. ഇത് എണ്ണയൊന്നും ഒരുപാട് ഇടുന്നൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് നെയ്യ് മാത്രം ആ കുഴയ്ക്കാനും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിച്ചോട്ടെ കുട്ടികൾ, നല്ലതാണ്. പത്തിരിപ്പൊടിയും ഒക്കെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫില്ലിങ് എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ നമുക്ക് മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ എള്ളൊക്കെ ഇടും ചിലവർ. എള്ളൊക്കെ ഇല്ലേ കുട്ടികൾക്ക് നല്ലതാണ് എള്ളൊക്കെ. അപ്പോൾ ആ എള്ളൊക്കെ ഇട്ടാലും ഈ ഫില്ലിങ്ങിലിടുമ്പോൾ കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ അടിപൊളിയായിട്ട് ഞാനിവിടെ അടിപൊളി ഒരു ഐറ്റമാണ് ഉണ്ടാക്കിയത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്യാത്തവരൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മളെ അടുത്തുള്ള ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടിപൊളി പലഹാരമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ബദമൊക്കെ ഇട്ടോണ്ട് ആ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.